കണ്ണൂർ റോഡിലെ പ്ലാസ്റ്റിക് ഡിവൈഡർ മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് മുന്നിലേക്ക് എറിയുന്ന നീല ഷർട്ട് ധരിച്ച ആളെയാണ് പോലീസ് തിരയുന്നത്. ഇയാളുടെ ദൃശ്യങ്ങൾ പോലീസ് പുറത്തുവിട്ടു. ആ ദൃശ്യങ്ങളിലേക്ക് എനിക്ക് ഷിജു ചേരുന്നു വിശദാംശങ്ങളുമായി. ഷിജു, ഇന്നലെ മുഖ്യമന്ത്രിക്കെതിരെ നടന്ന ആക്രമണത്തിൽ അതിന്റെ അന്വേഷണത്തിൽ എത്രത്തോളം നിർണായകമായി തീരും ഈ ദൃശ്യങ്ങൾ? ശാലിനി, ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ മുഖ്യമന്ത്രിയുടെ വാഹനം കടന്നു പോകുമ്പോൾ പ്ലാസ്റ്റിക് കോണ് കൊണ്ടുള്ള എയറിലാണ് മുഖ്യമന്ത്രിയുടെ വാഹനത്തിന്റെ വലതുവശത്തുള്ള ഗ്ലാസ് തകർന്നതെന്നാണ് പോലീസിന്റെ നിഗമനം. ഈ വ്യക്തിയെ പോലീസ് നേരിട്ട് കണ്ടിരുന്നു. പോലീസ് ക്യാമറമാൻ പകർത്തിയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ ഏഷ്യാൻ ന്യൂസിന് ലഭിച്ചിട്ടുള്ളത്. ഈ ദൃശ്യങ്ങളിൽ കാണുന്ന വ്യക്തിയാണ് പോലീസിന്റെ കൺമുന്നിൽ വെച്ച് മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് ഈ പ്ലാസ്റ്റിക് കോണ് കൊണ്ട് അക്രമം നടത്തിയതെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഇയാളുടെ പേര് വിവരങ്ങളൊന്നും തന്നെ ഇതുവരെ ലഭ്യമായിട്ടില്ല. പക്ഷേ ഇയാളെ ആരാണെന്ന് തിരിച്ചറിയാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ പോലീസ് നടത്തുന്നത്. ആ പ്രധാന പ്രതിപട്ടിക വരുമ്പോൾ ഇയാൾ ഇതിൽ വളരെ സുപ്രധാനമായ ഒരു പ്രതിയാകുമെന്നാണ് അറിയുന്നത്. പോലീസ് വ്യക്തമാക്കുന്നത് ഇങ്ങനെയാണ്: ഈ വ്യക്തി പ്ലാസ്റ്റിക് കോൺ കൊണ്ട് മുഖ്യമന്ത്രിയുടെ വാഹനത്തിന്റെ നേരെ ഗ്ലാസിന് നേരെ എറിയുകയും ഈ എയറിൽ ആ ഗ്ലാസ് തകർന്നു എന്നുമാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഒപ്പം കല്ലേറും മറ്റ് തുരുതുര വടി ഉൾപ്പെടെയുള്ള മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് നേരെ എറിഞ്ഞു. ഇങ്ങനെ പ്ലാസ്റ്റിക് കോൺ ഉപയോഗിച്ച് മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് നേരെ എറിഞ്ഞ ശേഷം ഇയാൾ ആൾക്കൂട്ടത്തിലേക്ക് പെട്ടെന്ന് മറയുകയും ചെയ്തു. ഇതിന്റെ ദൃശ്യങ്ങളെല്ലാം പോലീസ് ക്യാമറയിൽ പകർത്തിയിട്ടുണ്ട്. ഈ വ്യക്തിയെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് ഇപ്പോൾ